ലോകത്തിൽ പലതും നമ്മളെ മാടി വിളിച്ചേക്കാം, പലതും നമുക്ക് ശ്രേഷ്ഠമായി നമ്മുടെ കണ്ണിനു മുമ്പിൽ തോന്നിയേക്കാം. നമ്മുടെ മുമ്പിൽ കാണുന്നത് ലോകത്തിലുള്ളത് ഏറ്റവും വലുതായിരിക്കാം. എന്നാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന പുസ്തകം ഉത്തമഗീതം 1-ാം അധ്യായമാണ്. വളരെ മനോഹരമായ ഒരു പ്രണയകാവ്യമാണ് ഈ ഉത്തമഗീതം. ഈ പുസ്തകം നാം വായിക്കുമ്പോൾ ശൂലേംകാരത്തിയായ ഒരു പെൺകുട്ടി ആട്ടിടയനായ ഒരു ചെറുക്കനോടുള്ള പ്രണയത്തിന്റെ, തന്റെ അനുരാഗത്തിന്റെ കഥ പറയുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. അതിൽ 1-ാം അധ്യായം മാത്രമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. 1-ാം അധ്യായത്തിൽ ശലോം രാജാവ് ശൂനേംകാരത്തിയെ കാണുകയും അവളെ തന്റെ അരമനയിലേക്ക് തന്റെ പത്നിയാക്കുവാൻ താൻ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് ഈ പുസ്തകത്തിൽ ശൂലേംകാരത്തി തന്റെ പ്രണയം അവിടെ അവതരിപ്പിക്കുന്നത്. നോക്കുക, ശൂലേംകാരത്തിയെ സംബന്ധിച്ച് ഒരു രാജാവിന്റെ പത്നിയാകുവാൻ കിട്ടിയ വലിയൊരു അവസരമാണ്. തന്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു വലിയ, മറ്റാർക്കും തന്റെ സമപ്രായക്കാരായ, തന്നെക്കാൾ സുന്ദരികളായ ഒത്തിരി ആളുകൾ ആ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോഴും അവൾ തന്നെ അവളെക്കുറിച്ച് ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇരുണ്ടവളാണ്, ഞാൻ വെയിൽ കൊണ്ട് കറുത്തവളാണ് എന്നൊക്കെ തന്നെക്കുറിച്ച് തന്നെ ബോധ്യമുള്ള ഒരു വ്യക്തിയായി അവൾ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുവാൻ ജ്യേഷ്ഠന്മാരാൽ, അല്ലെ തന്റെ സഹോദരന്മാരാൽ വിധിക്കപ്പെട്ടവളായി അവൾ മാറി നിൽക്കുന്ന സമയത്ത് തന്നെ രാജാവ് കാണുകയാണ്. തന്നിൽ ആകൃഷ്ടനായ ശലോം രാജാവ് തന്നെ മറ്റാർക്കും ലഭിക്കാത്ത ഒരവസരം നൽകി തന്റെ കൊട്ടാരത്തിലേക്ക് അവളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് ശൂലേംകാരത്തി തന്റെ ഇടയനായ ചെറുക്കനെ കുറിച്ച്, തന്റെ കാമുകനായ ഇടയ ചെറുക്കനെ കുറിച്ച് ചിന്തിക്കുകയും അവനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുകയും അവനോട് തന്റെ ഇഷ്ടം വിളിച്ചു പറയുന്നതുമാണ് ഈ സന്ദർഭം, അല്ലെ ഈ അധ്യായ സന്ദർഭം എന്ന് പറയുന്നത്. തന്റെ പ്രിയനോടുള്ള സ്നേഹവും അടങ്ങാത്ത വാഞ്ചയും താൻ അവിടെ പ്രകടിപ്പിക്കുകയാണ്. ലോകത്തിലുള്ള എന്തെല്ലാം അവളുടെ മുമ്പിൽ കൊണ്ടു കൊടുത്തെന്ന് പറഞ്ഞാലും അവളുടെ മുമ്പിലുള്ളത് തന്നെ സ്നേഹിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന തന്റെ ഇടയച്ചെറുക്കനോടുള്ള സ്നേഹത്തിന്റെ ആഴമേറിയ ബന്ധമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പുസ്തകത്തെ ദൈവവുമായിട്ടും ദൈവസഭയുമായിട്ടും ഒക്കെ ബന്ധിപ്പിച്ച് നാം പ്രസംഗങ്ങളും ധ്യാനങ്ങളും കേൾക്കാറുണ്ട്. നോക്കുകയും തന്റെ സമൂഹത്തിൽ ആർക്കും കിട്ടാത്തൊരവസരമാണ് ശൂലേംകാരത്തിക്ക് അവൾക്ക് ലഭിച്ചിരിക്കുന്നത്. ആ നാട്ടിലെ രാജാവിന്റെ, ശലോം രാജാവിന്റെ പത്നിയാകുവാൻ കഴിയുന്നത് എത്ര മഹത്വമേറിയ, എത്ര ഭാഗ്യമേറിയ ഒരു അവസരമായിട്ട് ആ സമൂഹത്തിലുള്ളവർ കണ്ടിരുന്നത്. എന്നാൽ തനിക്ക് കിട്ടിയ ഈ അവസരത്തിനൊക്കെ അപ്പുറം പ്രണയിതാവിനോട്, തന്റെ കാമുകനോടുള്ള സ്നേഹം അവൾ വിളിച്ചു പറയുകയാണ്. അവൻ എവിടെയായാലും ഞാൻ അവന്റെ അടുക്കിലേക്ക് പോകാൻ തയ്യാറാണ്. അവൻ എന്നെ വിളിച്ചുകൊണ്ട്, ഇവിടെ പറയുക 2-ാം ഭാഗത്ത്, നീ എന്നെ വലിച്ചുകൊണ്ടങ്ങ് പോക്കോ, ഞാൻ നിന്റെ അടുക്കിലേക്ക് ഓടി വരാൻ തയ്യാറാ. ഞാൻ നിന്നെ നോക്കി ആടുകളെ കൂട്ടി നീ എവിടെ ആയിരിക്കുന്നു, ഞാൻ അവിടേക്ക് വരാൻ തയ്യാറാണ്. എന്നെ ഇപ്പോൾ കൊട്ടാരത്തിന്റെ അരമനയിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും എനിക്കിഷ്ടം നിന്റെ അടുക്കൽ വന്ന് നിന്റെ കൂടെ ഒപ്പം ചിലവഴിക്കുവാനാ, എന്റെ ജീവിതം നിന്നോടൊപ്പം ചിലവഴിക്കുവാനാ ഞാൻ ഇഷ്ടപ്പെടുന്നത്. താനെ എവിടെ കൊണ്ടുപോയാലും എന്റെ ആഗ്രഹം എന്റെ പ്രണയിതാവിനോട്, ഞാൻ സ്നേഹിക്കുന്ന എന്റെ പുരുഷനോടൊപ്പം താമസിക്കുവാനാണ് എനിക്കിഷ്ടം എന്ന് ശൂലേംകാരത്തി അവിടെ പറയുന്നതായിട്ട് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നോക്കിയേ, എത്ര ആർദ്രമായ, എത്ര നിഷ്കളങ്കമായ ഒരു പ്രണയമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നോക്കിക്കുകയും ലോകത്തിൽ പലതും നമ്മളെ മാടി വിളിച്ചേക്കാം, പലതും നമുക്ക് ശ്രേഷ്ഠമായി നമ്മുടെ കണ്ണിനു മുമ്പിൽ തോന്നിയേക്കാം. നമ്മുടെ മുമ്പിൽ കാണുന്നത് ലോകത്തിലുള്ളത് ഏറ്റവും വലുതായിരിക്കാം. എന്നാൽ നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്, അവനോടൊപ്പം പോകാനാണ് നമ്മൾ തീരുമാനമെടുത്തത്. ആ സൃഷ്ടാവിനോടൊപ്പം, ആ ദൈവത്തോടൊപ്പം, നമ്മുടെ സ്നേഹനാഥനോടൊപ്പം പോകുവാൻ നാം തയ്യാറാണോ? നമ്മുടെ മനസ്സുകൊണ്ട് നാം അതിനൊരുക്കമാണോ? ലോകത്തിലെ പലതും ശൂന്യങ്കാരത്തിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും തന്റെ പ്രണയിതാവായ ഇടയച്ചെറുക്കന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുക. ആ ഇടയച്ചെറുക്കനെ കാത്ത അവൾ ഇരിക്കുന്നത്
നമ്മുടെ ചിന്ത എവിടെയാണ്? നമ്മുടെ ചുറ്റും കാണുന്ന തന്നെ പ്രലോഭിപ്പിക്കുന്ന പലതിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകുന്നുണ്ടോ? അതോ നമ്മുടെ പ്രണയിതാവായ നമ്മുടെ രക്ഷകനായ കർത്താവിനെ നാം കാത്തിരിക്കുന്നു? അതൊരു വലിയ ചോദ്യമായി ഇന്ന് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുക. നമ്മുടെ സ്നേഹം അത് ദൈവത്തിനുള്ളത് മാത്രമായിരിക്കട്ടെ. നമ്മുടെ പ്രണയം അത് ദൈവത്തോട് മാത്രമായിരിക്കട്ടെ. നമ്മുടെ സ്നേഹത്തിന്റെ ആഴം അത് ദൈവത്തിന് വേണ്ടി മാത്രം ആകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.